അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് മുസ്തഫൽ മുഖ്താർ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ അഖിയാർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഈമാനിന് കോട്ടം തട്ടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈമാൻ അത് നശിപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം ഏതാനും ചില ഹദീസുകൾ മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്, ചർച്ച ചെയ്തതുമാണ്. ആ വിഷയകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ്, ഒരിക്കലും നിങ്ങൾ വിശ്വാസിയാവുകയില്ല, വല്ലാഹി ലാ യുഅ്മിൻ എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അയൽവാസി അവനെക്കുറിച്ച് നിർഭയനല്ലെങ്കിൽ, അവൻ്റെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനല്ലെങ്കിൽ തീർച്ചയായും അയാൾ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ്. അതായത് നമ്മുടെ ഈമാൻ പൂർണ്ണമാവില്ല എന്നാണ് എപ്പോൾ നമ്മുടെ അയൽവാസി നമ്മുടെ ഉപദ്രവത്തിൽ നിന്ന് നിർഭയനല്ലെങ്കിൽ എന്നതാണ്. അപ്പോൾ ഈമാനിൻ്റെ പൂർണ്ണതയെ ഹനിച്ചു കളയുന്ന പല വിഷയങ്ങൾ സൂചിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു വിഷയമാണ് അയൽവാസിയുമായുള്ള ബന്ധം. അപ്പോൾ ഇവിടെ അയൽവാസി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അവിടെ പല സ്വഹാബിമാരും അഭിപ്രായപ്പെട്ടത് അയൽവാസി എന്ന് പറയുന്നത്, ജാർ എന്ന് പറയുന്നത്, സുബ്ഹ് നമസ്കാരത്തിൻ്റെ സമയത്ത് നമ്മുടെ ജമാഅത്തുകളിൽ, നമ്മുടെ ആ സുബ്ഹ് ജമാഅത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന ആളുകൾ ആരൊക്കെയാണോ അവരെല്ലാം നമ്മുടെ അയൽവാസികളാണ് എന്നാണ്. അത് സ്വഹാബിമാർ പലരും അഭിപ്രായപ്പെട്ടൊരു വിഷയമാണ്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ അഭിപ്രായപ്പെടുന്നത് അയൽവാസി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ 4 ദിശയിലും എല്ലാ ഭാഗത്തേക്കുമുള്ള 40 വീടുകളാണ്. ആ 40 വീടുകളിലുള്ള ആളുകളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയൽവാസികളായി പരിഗണിക്കേണ്ടത് എന്നാണ്. അലി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദം ആരെല്ലാം ശ്രവിക്കുന്നുവോ അവരെല്ലാം നമ്മുടെ അയൽവാസികളാണെന്നാണ്. അപ്പോൾ ഈ രൂപത്തിൽ സലഫുകളായ ആളുകൾ, സ്വഹാബിമാരായ ആളുകളെല്ലാം തന്നെ അയൽവാസി ആരാണെന്ന് പല രൂപത്തിൽ നിർവചിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ അയൽവാസിയോടുള്ള ബാധ്യതകൾ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ അയൽവാസികളെ പല തലത്തിൽ തന്നെയാണ് കാണുന്നത്. ഒന്ന്, നമ്മോട് കുടുംബ ബന്ധവും അയൽപക്ക ബന്ധവും രണ്ടും കൂടിയുള്ള ആളുകൾ. അവർ നമ്മുടെ കുടുംബക്കാരായിരിക്കും, അതേപോലെ ജാറുമായിരിക്കും, അതേപോലെ തന്നെ അവർ നമ്മുടെ കുറുബത്തുള്ള ആളുകൾ, അതായത് നമ്മുടെ സാമീപ്യമുള്ള കുടുംബ ബന്ധമുള്ള ആളുകളുമായിരിക്കും. അപ്പോൾ അവരോടുള്ള ബാധ്യതകൾ വളരെ കൂടുതലാണ്. അയൽവാസികൾ തന്നെ ആ ബാധ്യതകൾ ഏറ്റവും കൂടുതലാണ്. ചില ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ ബന്ധമില്ലാത്ത കേവലം അയൽവാസികൾ മാത്രമായിരിക്കും. എന്നാൽ അതിൽ തന്നെ ചില ആളുകൾ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിരിക്കും. ഈ 3 കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അയൽവാസികളോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. ഒരിക്കൽ ഒരു സ്വഹാബി തൻ്റെ കുടുംബവും ഒന്നിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കുവാൻ വേണ്ടി, സംസാരിക്കുവാൻ വേണ്ടി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു വ്യക്തിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദീർഘനേരമുള്ള ആ സംസാരം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കാണാൻ വന്ന ഈ വ്യക്തിയുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനുമായി ഇത്ര നേരം സംസാരിച്ചിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് താങ്കൾക്ക് അറിയാമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അറിയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിക്കുകയായിരുന്നു. കാന യുസീനി അനിൽ ജാർ, അയൽവാസിയെക്കുറിച്ച് എന്നെ ഉപദേശിക്കുകയായിരുന്നു. ഹത്താ ലനന്തു, അതായത് ഞാൻ കരുതുന്നത് വരെ, ഞാൻ വിചാരിക്കുന്നത് വരെ, അയൽവാസിക്ക് എൻ്റെ സമ്പത്തിൽ, എൻ്റെ സ്വത്തിൽ അനന്തരാവകാശം നൽകാൻ പോലും ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചേക്കുമോ, പറഞ്ഞേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയായിരുന്നു. അത്രയും അയൽവാസിയുമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച്, അയൽവാസിക്ക് നമ്മൾ നൽകേണ്ട ബാധ്യതകളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം എന്നെ ഉപദേശിക്കുകയായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ പലപ്പോഴും ആടിനെ അറക്കുന്ന അവസരത്തിൽ അത് വിതരണം ചെയ്യുമായിരുന്നു, അയൽവാസികൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. അങ്ങനെ വിതരണം ചെയ്യുന്ന അവസരത്തിൽ പലപ്പോഴും ഒരു യഹൂദിയായ അയൽവാസി ഉണ്ടായിരുന്നു. ആ യഹൂദിക്ക് കൊടുത്തോ എന്ന് പ്രത്യേകമായി അന്വേഷിക്കാറുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഒരിക്കൽ അങ്ങനെ യഹൂദിക്ക് കൊടുക്കാതിരുന്നു എന്ന വിവരം കിട്ടിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരത്തെ സൂചിപ്പിച്ച സംഭവം, ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അവിടേക്ക് ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അയൽവാസിയെ പറ്റി പറയുമ്പോൾ അത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് പരിഗണിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല.
അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് പരിഗണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ അയൽവാസിയെ നിർവചിച്ചപ്പോൾ പോലും വലൗകാന കാഫിറൻ, അയാൾ സത്യനിഷേധിയാണെങ്കിൽ പോലും എന്ന് എടുത്തു പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിലാണ് ഇസ്ലാം അയൽപക്ക ബന്ധത്തെ വീക്ഷിക്കുന്നത് എന്നും അത് പരിപൂർണമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ഈമാനിൻ്റെ പൂർണ്ണതയിലേക്കാണ് നമ്മെ നയിക്കുക എന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി ചെയ്യേണ്ടതാണ്. ആ രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കുവാനും അയൽപക്ക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.